ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതുതായിട്ട് 2024 ഇപ്പോൾ റിലീസായിട്ടുള്ള ഒരു കിടിലൻ തെലുഗു ഫാന്റസി ത്രില്ലർ മൂവിയാണ്. കഥയുടെ പേര് ഭൈരവ കോണ. കഥയെക്കുറിച്ച് ചുരുക്കി പറഞ്ഞാല് വേറെ ലെവല് വിഷ്വൽ ട്രീറ്റുള്ള അതുപോലെ ട്വിസ്റ്റുകളുള്ള ഇതുവരെ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു പ്രസന്റേഷനിൽ പറഞ്ഞിട്ടുള്ള മൂവിയാണ്. ഒരിക്കലും ത്രില്ലർ പ്രേമികള് ഈ കഥ മിസ്സാകരുത്. ഈ ഒരു കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുപോലുള്ള കഥകൾ കാണണം തോന്നുകയാണെങ്കിൽ നമ്മുടെ ട്വിസ്റ്റ് മലയാളി എന്ന ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ പുതിയ അടിപൊളി കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോ നമ്മൾ തുടങ്ങുകയല്ലേ. ഈ കഥയുടെ ആരംഭത്തില് നമ്മൾ കാണുന്നത് ഒരു ഗ്രാമത്തില് എന്തോ ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമത്തിന്റെ പേരാണ് ഭൈരവ കോണ. എന്നാല് ആ ഒരു ചടങ്ങ് നടക്കുമ്പോൾ തന്നെ ആ ഗ്രാമത്തിലെ ഏതോ ഒരാള് ഗ്രാമം വിട്ട് രക്ഷപ്പെടാനായിട്ട് അവര് ആരും കാണാതെ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാല് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതൊക്കെ ആ ഗ്രാമത്തിലെ തലവയായിട്ടുള്ള ഒരു മുത്തശ്ശി, ഇവരുടെ പേര് പെദ്ദമ്മ എന്നാണ്, പെദ്ദമ്മ കാണുന്നുണ്ട്. അവരുടെ ഒരു 12 അടിയാൾക്കാരെ ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നവനെ ചുറ്റി വളഞ്ഞിട്ട് അവനെ പിടിച്ച് വലിച്ചുകൊണ്ടുവന്ന് ഒരു റൂമിന്റെ ഉള്ളില് കെട്ടിവെക്കുകയാണ്. എന്നിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഗ്രാമ തലവയായിട്ടുള്ള പെദ്ദമ്മ കയ്യിലൊരു മാന്ത്രിക വടിയായിട്ട് വന്ന് പറയുന്നുണ്ട്, ഈ ഗ്രാമത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാല് പിന്നെ അവന് തിരിച്ചു പോക്കില്ല. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് ഒരു പാഠം വേണ്ടേ. എന്നിട്ട് അവൻ അടച്ചു വെച്ച ആ ഒരു റൂമിന്റെ വാതിലടച്ചിട്ട് ഉള്ളിലേക്ക് ഒരു കഴുകിനെ പറഞ്ഞുവിടാണ്. ആ കഴുകാണെങ്കില് അവന്റെ ശരീരം കൊത്തിപ്പറിച്ച് അവസാനം അവനെ ഒരു തവളയാക്കി മാറ്റാണ്. ഇനിയിപ്പോൾ ആ ഗ്രാമത്തില് ഒരു തവളയായിട്ട് വേണം അവന് ജീവിക്കാനേ. ഇങ്ങനെയുള്ള കുറേയധികം ഭയപ്പെടുത്തുന്ന രഹസ്യങ്ങൾ മറഞ്ഞടക്കുന്ന ഒരു ഗ്രാമമാണ് ഭൈരവ കോണ. അടുത്ത സീനില് നമ്മൾ കാണുന്നത് തൊട്ടടുത്ത ഗ്രാമമായിട്ടുള്ള ശ്രീകൃഷ്ണപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പോലീസുകാരനെ ഒരു കല്യാണ പെൺകുട്ടി വിളിക്കുകയാണ്. ഇവളുടെ പേരാണ് ദേവി. അവള് പറയുന്നത് അവളുടെ കല്യാണ വീട്ടിലേക്ക് ഒരു കള്ളൻ വന്നുവെന്നും അവൻ സ്വർണം കട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കിയപ്പോ നമ്മുടെ വീട്ടുകാരെല്ലാം കൂടി അവനൊരു റൂമില് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി എങ്ങാനും അവൻ പുറത്തു വന്നാല് ഉറപ്പായിട്ടും പുറത്ത് ആയുധമായിട്ട് കാത്തിക്കുന്ന നമ്മുടെ നാട്ടുകാർ ചിലപ്പോ അവനെ വെട്ടിക്കൊന്നുകളയും. അപ്പൊ ഇൻസ്പെക്ടർ, ഒരു കള്ളന് വേണ്ടിയിട്ട് നീ എന്തിന് ഇത്രയൊക്കെ പേടിക്കുന്നേ? അവള് പറയുന്നുണ്ട്, സാറേ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ജീവനല്ലേ, വേഗം വന്നിട്ട് സാറ് അവൻ അറസ്റ്റ് ചെയ്തിട്ട് അവൻ അടിച്ചു മാറ്റിയിട്ടുള്ള എന്റെ സ്വർണ്ണയിലെ അതെനിക്ക് തിരിച്ചു വന്നേക്ക്. അപ്പോഴാണ് ആ ഒരു റൂമിന്റെ ഉള്ളില് അവര് അടച്ചു വെച്ച ആ ഒരു കള്ളനെ നമ്മൾ കാണുന്നത്. ഇവന്റെ പേരാണ് ബസവ. അത് മാത്രല്ല, ഇവൻ തന്നെയാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ. നമ്മുടെ ബസവയാണെങ്കിൽ അവൻ അടിച്ചു മാറ്റി ആ ഒരു സ്വർണ്ണയിലെ അത് മുഴുവൻ ശരീരത്തിൽ ധരിച്ചിട്ട് അതിന്റെ പുറത്തൊരു ഡ്രസ്സ് വലിച്ചു കയറ്റാണ്. എന്നിട്ടൊരു ഹെൽമെറ്റും വെച്ച് ആ ഒരു ഡ്രസ്സിന് തീ കൊളുത്തിട്ട് പുറത്ത് കൊല്ലാൻ നിൽക്കുന്ന ആൾക്കാരില്ലേ അവരുടെ മുൻപിലൂടെ ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ചുറ്റിലും ആയുധമായിട്ട് നിന്ന നാട്ടുകാര് പേടിച്ചു വരച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ബസവ പാഞ്ഞ് അടുത്തുള്ള പുഴയിലേക്ക് എടുത്തു ചാടുകയാണ്. അങ്ങനെ അത്ര ആളുകൾ കബളിപ്പിച്ച് ആ ഒരു സ്വർണ്ണായിട്ട് മറുകരയിലെത്തിയിട്ട് അവിടെ ഓൾറെഡി മറച്ചു വെച്ച തന്റെ ബൈക്കും എടുത്തിട്ട് എല്ലാരെയും വെള്ളം കുടിപ്പിച്ച് ഹീറോ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോഴാണ് ഓപ്പോസിറ്റ് നമ്മുടെ ഇൻസ്പെക്ടർ വരുന്നത്. ഇൻസ്പെക്ടർ ഒച്ചത്തിൽ പറയുന്നുണ്ട്, നിന്റെ ബൈക്കിന്റെ സ്റ്റാൻഡ് ഇട്ടിട്ടില്ല. ഹീറോ ആണെങ്കിൽ ടാങ്ക്സും പറഞ്ഞിട്ട് പാഞ്ഞടിച്ച് പോകുന്നുണ്ട്. നമ്മുടെ ഇൻസ്പെക്ടർ നല്ലൊരു കാര്യം ചെയ്തില്ലേ ഭയങ്കര സന്തോഷത്തില്ല. എന്നാൽ പിന്നീടാണ് ഇൻസ്പെക്ടർ മനസ്സിലാകുന്നത് ആ ഒരു പുഴയിൽ നിന്ന് രക്ഷപ്പെട്ട് ബൈക്ക് എടുത്ത് പോയത് തന്നെയാണ് കള്ളൻ. അവനെ തന്നെയാണ് അങ്ങനെ രക്ഷപ്പെടാൻ വിട്ടത്. അവന്റെ ബൈക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്പർ വേണ്ടേ, അത് ഇൻസ്പെക്ടർ അറിയുന്നില്ല. അപ്പൊ ഹെഡ് കോൺസ്റ്റബിൾ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാറ് സ്റ്റാൻഡ് നോക്കിയപ്പോ ഞാൻ നമ്പർ നോക്കിയിരുന്നു. ആ ഒരു ബൈക്ക് എവിടെ കണ്ടാലും പിടിക്കാൻ വേണ്ടിയിട്ട് ഇൻഫോം കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറച്ച് ദൂരം എത്തിയപ്പോ ആ ഒരു ബൈക്ക് ഉപേക്ഷിച്ചിട്ട് ഹീറോയെ കാത്തു വെക്കുന്ന തന്റെ ഫ്രണ്ട് ജോണിന്റെ കൂടെ ഒരു കാറിൽ കയറിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. നമ്മുടെ ഹീറോ എന്തിനാണ് ഇത്രയും റിസ്ക് ആയിട്ടുള്ള ഓരോ കളവ് നടത്തുന്നത്? അതിന്റെ കാരണം ഒരു പെൺകുട്ടിയാണ്. ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ബസവ ശരിക്കും എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് വെച്ചാല് സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കാറാണ്. ഇനിയിപ്പോ ആക്ടിംഗ് ഇല്ലാത്ത സമയത്ത് തന്റെ ഓട്ടോ ഓടിക്കും. അങ്ങനെ ഒരു സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന കുറേയധികം സാധനങ്ങൾ ഓട്ടോയിൽ കയറ്റിയിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഭൂമി എന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് പറയുന്നത്, ഞാൻ നാട്ടിൽ നിന്ന് വരികയാണ്, എന്റെ ബാഗ് 2 കള്ളന്മാരെ അടിച്ചിട്ട് പോയി, അവന്മാരെ ഫോളോ ചെയ്ത് ഒന്ന് പിടിക്കാൻ പറ്റുമോ? എന്നാൽ ബസവയുടെ ഓട്ടോയുടെ പിന്നിലെ സാധനം നിറയായതുകൊണ്ട് മുൻപില് ബസവയുടെ തൊട്ടരികിലിരുന്നിട്ടാണ് അവർ ആ കള്ളനെ ഫോളോ ചെയ്ത് പോകുന്നത്. അവന്മാരാണെങ്കിൽ വെച്ചടിച്ച് പോവല്ലേ. ഭൂമി ബസവയോട്, നിന്റെ ഓട്ടോയ്ക്ക് തീരെ സ്പീഡില്ലേ, അടിച്ചു വിട്. അങ്ങനെ ആ 2 കള്ളന്മാരുടെ ഏകദേശം അടുത്തെത്തിയപ്പോ ഭൂമി പച്ച തെറിയും പറഞ്ഞിട്ട് അവളുടെ ബാഗ് പിടിച്ചു വലിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ബാഗിന്റെ വള്ളി പൊട്ടിപ്പോവാണ്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭൂമിയെ കണ്ടപ്പോ തന്നെ ക്രഷ് അടിച്ചിട്ടുണ്ട്. അവളെ വായി നോക്കിക്കൊണ്ടാണ് വരുന്നത്. അങ്ങനെ ആ 2 കള്ളന്മാരില്ലേ അവര് ഒരു പഴയ ബിൽഡിങ്ങിനുള്ളിൽ കയറിയിട്ട് ഈ പെണ്ണിന്റെ ബാഗില് എന്താ അതിനു മാത്രം അവൾ ഇങ്ങനെ പിന്തുടർന്ന് വരാന് അത് തുറന്നു നോക്കുമ്പോ അവൻ എന്തോ കണ്ടിട്ട് ഷോക്കായി പോകുന്നുണ്ട്. അവളൊരു ദുർമന്ത്രവാദിയായിരുന്ന ഏത് ഗുളികം കയറിയ സമയത്താണോ എനിക്ക് അവളുടെ ബാഗ് അടിക്കാൻ തോന്നിയത്. എന്നിട്ട് ഫോളോ ചെയ്ത് വന്ന ഹീറോയോട് അവൻ പറയുന്നുണ്ട്, അളിയ നിന്നോട് ലേശം സ്നേഹമുള്ളോണ്ട് പറയാ,
ആ പെണ്ണിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയിക്കോ. അല്ല ഇവനിതിപ്പോ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെ നമ്മുടെ ബസവയും ആ ഒരു ബാഗ് നോക്കുമ്പോ ഹീറോയിൻ ഷോക്കായി പോകുന്നുണ്ട്. കാരണം ആ ബാഗിലുള്ളത് കുറേയധികം എല്ലും കഷ്ണവും അതുപോലെ മനുഷ്യന്റെ തലയോട്ടികളുമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഭൂമി വന്നിട്ട് എന്റെ ബാഗ് തിരിച്ച് വാങ്ങി തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഇവിടെ വരെ എന്നെ കൂട്ടിക്കൊണ്ടുവന്നതിന് ഓട്ടോയ്ക്ക് പൈസ വേണ്ടേ? എന്നാല് ഇതുവരെ ക്രഷ് അടിച്ച ഹീറോയ്ക്ക് ഇപ്പോ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവളോട് പറയുന്നുണ്ട്, പൊന്നുമോളെ നീ ഒരു പൈസയും തരണ്ട, തൽക്കാലം ഇവിടെ നിന്ന് ഒന്ന് പോയി തരുമോ? അടുത്ത സീനില് ബസവയുടെ അമ്മാവൻ ജോലി ചെയ്യുന്ന ഒരു റൗഡി ഉണ്ട് ശങ്കർ. അവന്റെ അരികിലേക്ക് ഹീറോയെ അമ്മാവൻ വിളിപ്പിച്ചിരിക്കുകയാണ്. അതായത് ശങ്കറിന് ഒരു ദിവസത്തേക്ക് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് അടച്ചു വെക്കണം. എന്നാൽ അമ്മാവന്റെ ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹീറോയുടെ ഹെൽപ്പ് ചോദിച്ചതാണ്. അപ്പോൾ ശങ്കർ പറയുന്നുണ്ട്, കാറിന്റെ ഡിക്കിൽ ഒരു പെൺകുട്ടിയുണ്ട്, ഇന്ന് ഒരു ദിവസം അവൾ എവിടെയും പോവാതെ അവളെ നോക്കിക്കോ. അപ്പൊ ഹീറോയും ആരാണ് പെൺകുട്ടി നോക്കുമ്പോ അത് വേറെ ആരുമല്ല, നമ്മുടെ ഭൂമിയിലെ അവള് തന്നെയാണ്. അല്ല അവളിപ്പോ എന്താ ചെയ്തേ? അവളെ എന്തിനാണ് ഇവര് ബോധം കെടുത്തിയത്? ഇവരുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? അത് കുറച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. പിന്നീട് നമ്മൾ കാണുന്നത് പ്രസന്റില് നമ്മുടെ ഹീറോ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് ഒരു കാറില് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അങ്ങനെ കുറച്ച് ദൂരെത്തിയപ്പോഴാണ് ഏതോ ഒരു പെൺകുട്ടി സ്കൂട്ടി ആക്സിഡന്റ് ആയിട്ട് റോഡ് അരികില് തെറിച്ച് കിടക്കുന്ന ഹീറോ കാണുന്നേ. വല്ലാതെ സങ്കടമായിട്ട് ആ പെൺകുട്ടിക്ക് ജീവനുണ്ട് നോക്കുമ്പോ അവൾക്ക് ജീവനുണ്ട്. ഉടനെ തന്നെ തന്റെ കാറിൽ കയറ്റിയിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന് വേഗത്തിൽ പോവാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഭാഗത്തേക്ക് പോലീസ് ജീപ്പ് വരുന്നതും ആ ഒരു സ്കൂട്ടി ആക്സിഡന്റിലായി കിടക്കുന്നത് അവർ കാണുന്നതും. ആർക്കോ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായിട്ട് അവിടെ മുഴുവനായിട്ട് പരിശോധിച്ച് നോക്കുമ്പോഴാണ് അവിടെ ചെതറി കിടക്കുന്ന രക്തം കാണുന്നേ. രക്തം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് കോഴിയുടെ രക്തമാണ്. അപ്പൊ ഇൻസ്പെക്ടർ, ആ ഗീത അവള് പണി വീണ്ടും തുടങ്ങിയല്ലോ. അതായത് കുറച്ചു നേരത്തെ ആക്സിഡന്റ് ആയിട്ട് ആ പെൺകുട്ടിയെ നമ്മുടെ ഹീറോ രക്ഷപ്പെടുത്തി കാറിൽ കൊണ്ടുപോകുന്നില്ലേ? എന്നാൽ ഇവരെക്കാളും വലിയൊരു കള്ളത്തെയാണ് അവളെന്ന് അറിയാതെയാണ് നമ്മുടെ ഹീറോയും ഫ്രണ്ടും അവളെ രക്ഷപ്പെടുത്തിയിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കുറച്ചു മുൻപില് പോലീസ് ചെക്ക് പോസ്റ്റ് കാണുന്നത്. എന്നാൽ സ്വർണ്ണം അടിച്ചിട്ടില്ല വരുന്നത്, നിർത്താൻ പറ്റുമോ? അങ്ങനെ ചെക്ക് പോസ്റ്റും ഇടിച്ചു തെറിപ്പിച്ചിട്ട് അവിടുന്ന് പാഞ്ഞടിച്ചു പോവാണ്. അങ്ങനെ ഒരു കാട്ടിന്റെ ഉള്ളിലെ വഴിയിലേക്ക് അവർ തിരിയുന്നുണ്ട്. പിന്നാലെ അവരെ പിടിക്കാനായിട്ട് പോലീസ് പാഞ്ഞു വരുന്നുണ്ട്. എന്നാൽ പോലീസിന് പിടികൊടുക്കാതെ ഹീറോ ഇങ്ങനെ പാഞ്ഞു പോകാനുള്ള കാരണം ഇപ്പോൾ കൊള്ളയടിച്ചിട്ടുള്ള ആ ഒരു സ്വർണ്ണമില്ലേ, അത് ഒരിക്കലും പോലീസിന്റെ കയ്യിൽപ്പെടാതെ അവർക്ക് എന്തോ ഒരു കാര്യത്തിന് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ രക്ഷപ്പെടാൻ കാട്ടിന്റെ ഉള്ളിൽ ഏതെങ്കിലും വഴിയുണ്ടോന്ന് ഹീറോയും ഫ്രണ്ട് ജോണും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ ഒരു കാഴ്ച കണ്ട് ഷോക്കായി പോവാണ്. അതായത് കുറേയധികം മിന്നാമിന്നുകളിലെ ആ ഒരു ഭാഗത്തേക്ക് ഒന്നിച്ചു വന്നിട്ട് ഹീറോയ്ക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സമാധാനത്തില് തന്റെ വണ്ടി എടുത്ത് ഫ്രണ്ടിനെ കൂട്ടി ആ ഒരു വഴിയിലൂടെ കുറച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഹീറോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഭൈരവ കോണ എന്ന ആ ഒരു ആപത്ത് നിറഞ്ഞ ഗ്രാമത്തിലേക്കാണ്. അങ്ങനെ ആ ഒരു ഗ്രാമത്തിന് എൻട്രൻസ് എത്തിയപ്പോ പെട്ടെന്ന് ഏതോ ഒരുത്തൻ ഒരു റാന്തൽ വിളക്കുമായിട്ട് അവരുടെ കാറിന്റെ മുൻപിലോ നിൽക്കാണ്. അയാളോട് മാറാൻ പറയുമ്പോ ഈ ഗ്രാമത്തിലേക്ക് പുറത്തുനിന്ന് ഒരാൾക്കും പ്രവേശനമില്ല. ഇനി അങ്ങനെ കയറി കഴിഞ്ഞാലേ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, വരുന്ന ആപത്തൊക്കെ നേരിടേണ്ടി വരും. അപ്പോഴാണ് പ്രായമായിട്ടുള്ള ഒരാൾ പറയുന്നത്, ആ വണ്ടിയിൽ ഒരു പെൺകുട്ടിക്ക് അപകടം പറ്റിയിട്ടുണ്ട്, അവരെ വിട്ടേക്ക്. എന്നാൽ ഹീറോയും ഫ്രണ്ടും ഷോക്കായി പോകുന്നുണ്ട്. കാരണം വണ്ടിയുടെ ഉള്ളിൽ ഒരു പെൺകുട്ടിക്ക് അപകടം പറ്റിയത് അയാളെങ്ങനെ അറിഞ്ഞേ? അങ്ങനെ അവർ രണ്ടുപേരെയും ആ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുകയാണ്. എന്നാൽ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആ ഗ്രാമം കാണുമ്പോൾ എന്തോ ഒരു ഉത്സവം നടക്കുന്ന ഒരു പ്രതീതിയാണ് ആ ഒരു ഭാഗം മുഴുവനായിട്ട്. അങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ പല പല ചടങ്ങുകളും ആ ഗ്രാമത്തിൽ നടത്തുന്നുണ്ട്. അതായത് ചില ദൈവാട്ടങ്ങള്, ചില ബലികള്. അങ്ങനെ കുറച്ചുകൂടി മുൻപിലെത്തിയപ്പോഴാണ് കുറച്ചാളുകളെ കെട്ടിയിട്ടിട്ട് അവരെ തീ കൊണ്ട് ജ്വലിക്കുന്ന ചില ആയുധം വെച്ചിട്ട് ശിക്ഷിക്കുന്നത് നമ്മുടെ ഹീറോയും ഫ്രണ്ടും കാണുന്നത്. അപ്പൊ ഹീറോ ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നേ? അവര് മരിച്ചു പോകില്ലേ? അപ്പോ ജനങ്ങൾ പറയുന്നുണ്ട്, അതിനുവേണ്ടി തന്നെയാ ആ ശിക്ഷ കൊടുക്കുന്നത്. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഹീറോ എന്തിനു വന്നേ? ആ പെൺകുട്ടിക്ക് ചികിത്സ കൊടുക്കാനും വല്ല ഡോക്ടർ ഉണ്ടോ എന്ന് അന്വേഷിക്കാനല്ലേ. അങ്ങനെ ഗ്രാമത്തില് ഡോക്ടർ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വഴി കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാല് അവസാനം ഒരു ഡോക്ടറുടെ വീട് കാണാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടറുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങേര് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് അപകടം പറ്റിയിട്ടുണ്ട്, ഒന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ? ഈ ഒരു ഡോക്ടർ ഒരു കോമഡി ഡോക്ടറാണ്. അങ്ങേര് പറയുന്നുണ്ട്, നേരത്തെ എനിക്ക് ഫീസ് തരണം. എങ്ങനെയാ അപകടം പറ്റിയേ? റോഡിൽ വെച്ചിട്ടാ. ഓ പിന്നെ അപകടം നടക്കുന്നത് മൊത്തം കാട്ടിലാണല്ലോ. എന്നിട്ട് അങ്ങേര് പറയുന്നുണ്ട്, ഇതെന്താ പെണ്ണാ? പെണ്ണിനെ എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ആണുങ്ങൾക്ക് മാത്രമേ ട്രീറ്റ്മെന്റ് ഉള്ളൂ. എന്റെ ജീവിതം തന്നെ നശിക്കാൻ കാരണം ഒരു പെണ്ണാ. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഈ നാട്ടിൽ വേറെ ഡോക്ടർ ഇല്ലല്ലോ, ഞങ്ങൾ ട്രീറ്റ്മെന്റിന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്താണ് ഈ പെൺകുട്ടി മരണപ്പെട്ടു എന്ന് നമ്മൾ കംപ്ലൈന്റ് ചെയ്യും. അതുകൊണ്ട് മര്യാദക്ക് ട്രീറ്റ് ചെയ്യും ഡോക്ടറെ. അങ്ങനെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയും ഫ്രണ്ടും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് പുഴയില് പെൺകുട്ടികളെ മുക്കിക്കൊണ്ട് എന്തോ ഒരു മന്ത്രവാദം പോലെ ചെയ്യുന്നത് അവർ കാണുന്നുണ്ട്. അതെന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഹീറോയുടെ അമ്മ ഫോൺ വിളിക്കുന്നത്. എന്നാൽ ഫോണിൽ റേഞ്ച് കിട്ടുന്നില്ല. അപ്പോൾ റേഞ്ച് കിട്ടാൻ വേണ്ടി കുറച്ച് കാട്ടിന്റെ ഉള്ളിലേക്ക് ഹീറോ പോകുമ്പോൾ ഹീറോയുടെ ഫ്രണ്ടിലെ കാട്ടിന്റെ മറ്റൊരു ഭാഗത്തുനിന്ന് ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ പിന്നാലെ പോയ ഫ്രണ്ട് എന്താ പറ്റുന്ന ചോദിക്കുമ്പോൾ അവള്, നിങ്ങൾ അറിഞ്ഞിട്ട് എന്തിനാ? അല്ല നിങ്ങളുടെ സങ്കടം മാറുമെങ്കിൽ
അപ്പൊ അവള് ഞാൻ നിങ്ങളെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞോട്ടെ, അവനാണെങ്കിൽ ലോട്ടറി അടിച്ച പോലെ പിന്നെന്താ. അപ്പൊ അവള് ഞാൻ നിങ്ങൾക്കൊരു കിസ് തന്നിട്ട് പറഞ്ഞാലോ. അങ്ങനെ അവൻ കിസിന് കാത്തുവെക്കുമ്പോ പെട്ടെന്ന് അവളോടൊന്ന് മറഞ്ഞു പോവാണ്. ഈ ഒരു പെൺകുട്ടിയുടെ പേരാണ് ബേബി. എന്നാൽ മറ്റൊരു ഭാഗത്ത് ആക്സിഡന്റ് പറ്റിയ ഗീതയ്ക്ക് ട്രീറ്റ്മെന്റിന് നമ്മുടെ ഡോക്ടർ മരുന്നുണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. എന്നാൽ ഇതുവരെ ഗീത നല്ല അഭിനയത്തില. അവള് എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഡോക്ടറെ മരുന്നൊന്നും വേണ്ട, എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ 2 മരത്തലേമാരില്ലേ, അവരുടെ കാർ അടിച്ചു മാറ്റാനാ ഞാൻ അവരുടെ കൂടെ കൂടിയേ. എന്നാലും ഡോക്ടർ ഒരിക്കലും പെണ്ണിനെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള എന്റെ തിയറി കറക്റ്റാ, നിന്നെ വിടിലിടി. അപ്പോ അവളൊരു കമ്പി എടുത്തിട്ട് ഡോക്ടറെ തലയടിച്ച് പൊട്ടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. നമ്മുടെ ഹീറോ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു നോക്കുമ്പോ ഫ്രണ്ടില്ലേ ആ പെൺകുട്ടിയെ ബേബി ബേബി എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ നോട്ട് ചെയ്യുന്നത് അവരുടെ കാറ് അവിടെ കാണാനില്ല. അല്ല ജോണെ, നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ, കാറ് നോക്കാനല്ലേ. എവിടാ കാറ്? ആ ഒരു കാറ് നമ്മുടെ ഗീത അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതേ സമയത്ത് അടികിട്ടിയ ഡോക്ടർ പുറത്തേക്ക് വരുമ്പോ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല ഡോക്ടറെ എന്താ തലയിൽ രക്തം, ആ പെൺകുട്ടിക്ക് അവൾക്ക് എങ്ങനെയുണ്ട്? അപ്പൊ ഡോക്ടർ അവൾക്കൊരു കുരുവില്ല, അവൾക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ടില്ല, അവള് നിങ്ങളെ പറ്റിച്ചതാ മണ്ടന്മാരെ. അത് മാത്രല്ല ആ പണ്ടാരക്കാലത്ത് എന്റെ തലക്കും അടിച്ചിട്ടേ പോയെ, നിങ്ങളുടെ കാറ് കാണുന്നില്ല അല്ലേ, അതും അവളെ കൊണ്ടുപോയെ. എന്നാൽ കാറുമായിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗീതയിലെ കുറച്ച് ദൂരെ എത്തിയപ്പോ ഓപ്പോസിറ്റ് വന്ന ഏതോ ഒരു സൈക്കിളുകാരനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. എന്നാൽ പിന്നീടാണ് അവള് കാണുന്നത് അവളെ ചുറ്റി വളഞ്ഞിട്ട് കുറേയധികം ആളുകള് സൈക്കിളിൽ പിന്നാലെ വന്നിട്ട് അവളെ സ്റ്റോപ്പ് ചെയ്യാണ്. എന്നാൽ പെട്ടെന്നാണ് ഗീത മയങ്ങിപ്പോകുന്നത്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയും ഡോക്ടറും ഫ്രണ്ടുമില്ലേ അവർ വന്നിട്ടാണ് ഗീത എഴുന്നേൽപ്പിക്കുന്നത്. അപ്പൊ നോക്കുമ്പോ അവിടെ ആ ഒരു കാറും ഇല്ല, കാറിലുണ്ടായിരുന്ന സ്വർണ്ണവും ഇല്ല. ഹീറോ ചോദിക്കുന്നുണ്ട്, നീ അടിച്ചിരുന്ന കാർ എവിടെ? അപ്പൊ അവള് പറയുന്നുണ്ട്, കുറച്ചാളുകള് സൈക്കിളിനെ ചുറ്റി വന്നിട്ട് അവരെ കൊണ്ടുവന്ന തോന്നുന്നത്. അപ്പോഴാണ് നമ്മുടെ ഡോക്ടറില്ലേ ആ ഗ്രാമത്തിലെ ഒരു പഴയ ബംഗ്ലാവിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കുറച്ച് ദൂരെയുള്ള നമ്മുടെ മന്ത്രവാദിനെ മുത്തശ്ശിയില്ലേ അവരുടെ കോട്ട കാണിച്ചു കൊടുക്കുന്നത്. അടുത്ത സൈഡിൽ നമ്മൾ കാണുന്നത് ആ ഒരു പെద్దമ്മയിലെ അവര് എന്തോ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ട് അവരുടെ കയ്യില് ഒരു ശക്തി കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ ഒരു കോട്ടയിലുള്ള എല്ലാ ആളുകളോടും അതിൽ തൊട്ടു നോക്കാൻ പറയുമ്പോ എല്ലാരും ഭയന്ന് നിൽക്കാണ്. അപ്പോഴാണ് രാജപ്പ എന്ന ഒരാള് താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇവൻ ആരാന്ന് വെച്ചാല് ഇവനും ഈ ഗ്രാമത്തിലെ ഒരു തലവനെ പോലെ തന്നെയാണ്. അവനോട് പൊത്തമ്മ പറയുന്നുണ്ട്, നീ ഈ ഒരു ശക്തിയിൽ തൊട്. എന്നാല് അവൻ പറയുന്നത്, എന്റെ പ്രതികാരം അത് ഞാൻ വീട്ടിട്ടില്ല, അവനോട് ആ ഒരു പ്രതികാരം വീട്ടി കഴിഞ്ഞാലേ ഈ ഒരു ശക്തിയിൽ ഞാൻ തൊടുള്ളൂ. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ തന്റെ കാറ് കാണാതെ സങ്കടത്തിലിരിക്കുമ്പോ ഒരു പെൺകുട്ടിയിലെ ഹീറോയെ ക്രോസ് ചെയ്ത് പോവാണ്. അല്ല ഈ കുട്ടി എന്തെവിടെ ചെയ്യുന്നേ? അങ്ങനെ പെൺകുട്ടിയുടെ പിന്നാലെ പോകുമ്പോ ആ ഒരു കുട്ടി വന്നു കയറിയത് പെద్దമ്മയുടെ അരികിലേക്കാണ്. ഹീറോയെ കണ്ടപ്പോ പെద్దമ്മ പറയുന്നുണ്ട്, നിന്റെ പേരെന്താ, നീ എവിടെന്നാ വന്നത്, നീ ഏത് പെൺകുട്ടിയാ പ്രണയിക്കുന്നേ, എല്ലാ കാര്യം എനിക്കറിയാം. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഇല്ലേ ഭൂമിയെക്കുറിച്ച് ഓർക്കുന്നത്. ആ ഒരു റൗഡി ശങ്കർ അവളെ അടച്ചു വെക്കാൻ പറഞ്ഞ പോലെ ഹീറോ ആരുമില്ലാത്ത ഒരു ഏരിയയില് അവളെ അടച്ചു വെച്ചപ്പോ സിനിമ ഷൂട്ടിംഗ് സൈറ്റിൽ നിന്ന് ഒരു മർഡർ ചെയ്യുന്ന കൊലയാളായിട്ട് അഭിനയിക്കാൻ ഹീറോയോട് പറയാണ്. അതിനെന്താ മർഡർ ചെയ്തേക്കാന്ന് ഹീറോ പറയുന്നത് കേട്ടിട്ടാണ് ഭൂമി എഴുന്നേൽക്കുന്നത്. അപ്പോ ഹീറോ മർഡർ ചെയ്യാന്ന് പറഞ്ഞില്ലേ, അത് ഭൂമിയാണെന്ന് അവള് കരുതാണ്. അങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോ ഹീറോയെ അവളൊരു വടി വെച്ച് ആക്രമിക്കാൻ നോക്കുകയാണ്. അവള് ചോദിക്കുന്നുണ്ട്, നീ ഓട്ടോ ഡ്രൈവറായിട്ട് എന്നെ പറ്റിക്കായിരുന്നില്ലേ, എനിക്ക് ഇവിടുന്ന് പോയേ മതിയാവോ, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. എന്നാല് ഹീറോ കേട്ട ഭാവം നടിക്കുന്നില്ല. അപ്പൊ കയ്യിലുള്ള ആ വടി വെച്ച് ഹീറോയെ അടിക്കുമ്പോ അത് സിനിമയ്ക്ക് യൂസ് ചെയ്യുന്ന ഡെമ്മി വടിയാണ്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ ഓരോ ഡെമ്മികളാ, ഒന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒറിജിനലി ഈ ഒരു ചുറ്റിക മാത്രമേ ഉള്ളൂ. അതും കാണിച്ചവളെ പേടിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ട് ഒന്ന് വെള്ളം കുടിക്കാൻ ബോട്ടിലെടുക്കുമ്പോൾ ആ ഒരു ബോട്ടില് ഒരു അമ്പ് പാഞ്ഞു വന്ന് പതിക്കുകയാണ്. ആ ഒരു അമ്പ് കൊണ്ടുടൻ തന്നെ ആ ഒരു വെള്ളത്തില് വിഷം കലരുകയാണ്. ആ ഒരു കാഴ്ച കണ്ട് ഷോക്കായിട്ട് അല്ല ആരായിരിക്കും ഇത് ചെയ്തതെന്ന് നോക്കുമ്പോഴാണ് കാട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ പയ്യനാണ് അമ്പ് ചെയ്തതെന്ന് മനസ്സിലാവുന്നത്. അവനോട് അല്ല മോനെ നീ ഏതാന്ന് ചോദിക്കുമ്പോ ഭൂമി ഓടി വന്ന് പറയുന്നുണ്ട്, സിദ്ധുവിനെ അവനെ വിട്ടേക്ക്, അതായത് ഭൂമിയെ രക്ഷിക്കാനാണ് ആ ഒരു പയ്യൻ ഇങ്ങോട്ട് വന്നത്. ഹീറോയോട് ഭൂമി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടേ, നിങ്ങൾക്ക് എന്താ വേണ്ടേ, ഞങ്ങളെ ഒന്ന് പോകാൻ അനുവദിക്കോ? അപ്പൊ ഹീറോ എനിക്ക് പൈസയൊന്നും വേണ്ട, എന്നാൽ ആ ഒരു വലിയ ഗ്യാങ്സ്റ്റർ ശങ്കർ നിന്നെ അടച്ചു വെക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. ആ ഒരു രഹസ്യം എന്താ, കാരണം എന്താ? അപ്പോഴാണ് ഭൂമി ആ രഹസ്യം പറയുന്നത്. അതായത് ഭൂമിയുടെ ഗ്രാമത്തിന്റെ പേരാണ് പച്ചഭൂമി. ആ ഒരു പേര് മാത്രമല്ല ആ ഒരു ഗ്രാമം മുഴുവനായിട്ട് പച്ചപ്പ് നിറഞ്ഞ ഒരു ഗ്രാമം തന്നെയാണ്. അവിടെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാ ആളുകൾക്കും ഒരേപോലെ തുല്യമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവരുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ സമാധാനത്തിൽ അവർ ജീവിക്കുമ്പോഴാണ് ആ ഗ്രാമത്തിലേക്ക് ഗ്യാങ്സ്റ്റർ ശങ്കറും ആ ഒരു ഗ്രാമത്തിലെ MLA വരുന്നത്. എന്നിട്ട് അവരുടെ ഗ്രാമം കയ്യിലാക്കിയിട്ട് ആ ജനങ്ങളെ മുഴുവനായിട്ട് അവിടുന്ന് അടിച്ചോടിക്കാൻ ട്രൈ ചെയ്യാണ്. ഗ്രാമത്തിൽ നിൽക്കാൻ പറ്റാതെ അവിടുന്ന് രക്ഷപ്പെട്ട ആളുകളൊക്കെ നഗരത്തില് പല ഭാഗത്ത് വന്നിട്ട് അവര് സർവൈവ് ചെയ്യാന് ഈ വേസ്റ്റ് എടുക്കുക, അതുപോലെ കൂലിപ്പണിക്ക് പോവാ, അങ്ങനെ എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചാല് അവരുടെ ആ ഒരു ഗ്രാമം തിരിച്ചു പിടിക്കാനായിട്ട്, കോടതിയിൽ വാദിക്കാന് നല്ലൊരു വക്കീലിനെ വയ്ക്കാനാണ്. അങ്ങനെ എല്ലാവരും കഷ്ടപ്പെട്ട പൈസ കൊണ്ടുവന്ന് നമ്മുടെ ഭൂമിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ജനങ്ങളെ കൂട്ടിയിട്ട് വക്കീലിനെ കാണാൻ പോയിട്ട് അവര് ജനിച്ചു വളർന്ന
കിടക്കുന്ന ആ ഒരു സ്ഥലം തിരിച്ചെടുത്തു കൊടുക്കാൻ പറയുമ്പോൾ ആ ഒരു വക്കീല് പറയുന്നത്, നിങ്ങൾ പറയുന്ന പോലെ പച്ചഭൂമി ആ ഒരു സ്ഥലം നിങ്ങളുടേതാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു എവിഡൻസ്, വല്ല അടിയാധാരോ, ഇനി അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ആ ഒരു സ്ഥലത്ത് അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം കൂടെങ്കിലും അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ വർഷങ്ങളായിട്ട് ആ ഒരു സ്ഥലത്ത് താമസിക്കായിരുന്നെന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. അങ്ങനെ ഭൂമി ഗ്രാമത്തിലേക്ക് പോയിട്ട് 100 വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന അവരുടെ ഒരു ഗുരുവുണ്ട്. ആ ഒരു ഗുരുവിന്റെ ശ്മശാനം തോണ്ടിയിട്ട് ആ ഒരു എല്ലും കൂടെ എടുത്തിട്ട് അത് ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗിൽ എടുത്തിട്ടാണ് നമ്മുടെ ഭൂമി നാട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നതും ആ ഒരു കള്ളന്മാര് ആ ഒരു ബാഗ് അടിച്ചിട്ട് പോയതും. എന്നാൽ ആ ഒരു ബാഗ് നമ്മുടെ ഹീറോ അല്ലേ ഭൂമിക്ക് തിരിച്ചെടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു എല്ലും കൂടി ടെസ്റ്റ് ചെയ്തപ്പോൾ 100 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആ ഒരു സ്ഥലത്ത് ഇവര് താമസിച്ചിരുന്നെന്ന് ഉറപ്പാവാണ്. ആ ഒരു റിപ്പോർട്ട് നമ്മുടെ ഹീറോന്റെ കയ്യിലുണ്ട്. ആ ഒരു റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഇവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത ആ ഒരു ഗ്രാമം ഇവർക്ക് തിരിച്ചു കിട്ടുള്ളൂ. എന്നാൽ ഭൂമി ഒരിക്കലും ആ ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കാതിരിക്കാനാണ് ശങ്കർ ഹീറോയെ കൊണ്ട് അവളെ അടച്ചു വെക്കാനായിട്ട് പറഞ്ഞത്. നമ്മുടെ ഭൂമിയുടെ അവസ്ഥ കണ്ടപ്പോ ഓൾറെഡി നമ്മുടെ ഹീറോ അവളെ പ്രണയിക്കുന്നില്ലേ, അപ്പോ അവൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗ്രാമം തിരിച്ചെടുത്തു കൊടുക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് നമ്മുടെ ഭൈരവ തീരുമാനിക്കുകയാണ്. അടുത്ത സീനില് നമ്മളെ പ്രസന്റില് ഇത്രയും നേരം ഹീറോയോട് സംസാരിച്ചുകൊണ്ടിരുന്ന പെద్దമ്മയില്ലേ അവര് പെട്ടെന്ന് അവിടെ നിന്ന് മറഞ്ഞു പോവാണ്. അപ്പോഴാണ് അങ്ങോട്ട് വന്ന ഫ്രണ്ട് ഹീറോയോട് എന്താ പറ്റുന്ന ചോദിക്കുമ്പോൾ ഹീറോ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അവര് ആ ഒരു ഏരിയയില് ആരൊക്കെയോ വിസിലടിക്കുന്ന പോലത്തെ ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടപ്പോ ഗീത പറയുന്നുണ്ട്, ഈ ഒരു ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ സൈക്കിളിൽ പിന്തുടർന്നിട്ട് കാറ് അടിച്ചിട്ട് പോയില്ലേ, അവന്മാർ ഇതേപോലത്തെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഹീറോ ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകുമ്പോ ഹീറോയുടെ സ്വർണ്ണം അടിച്ചിട്ട് പോയ സൈക്കിളിൽ വന്ന ഓരോരുത്തരും ഹീറോ കാണുന്നുണ്ട്. അവരെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവരാണെങ്കിൽ നമ്മുടെ ഹീറോയെ വെള്ളം കുടിപ്പിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ ഹീറോ വിടോ അതിൽ ഒരുത്തനെ പഞ്ഞു കേട്ടിട്ട് അവനോട് സ്വർണ്ണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവനൊരു ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ആ ഒരു ബംഗ്ലാവ് ആരെന്ന് വെച്ചാല് ഇവരുടെയൊക്കെ നേതാവായിട്ടുള്ള രാജപ്പ എന്നൊരുത്തനില്ലേ അവന്റെ ബംഗ്ലാവിലേക്കാണ്. ഇവന്റെ കയ്യിൽ തന്നെയാണ് ആ ഒരു സ്വർണ്ണം മുഴുവനുള്ളത്. നമ്മുടെ ഹീറോ ബസവ ചോദിക്കുന്നുണ്ട്, മര്യാദക്ക് ആ സ്വർണ്ണം എനിക്ക് തരുന്നോ അല്ലെങ്കിൽ എല്ലാത്തിനെയും പഞ്ഞിക്കിട്ട് ഞാൻ എടുത്തിട്ട് പോണോ? എന്നാൽ രാജപ്പയുടെ കൂട്ടാളികള് ഞങ്ങളുടെ മേത്ത് കൈവെക്കാനും മാത്രം ധൈര്യം നിനക്കുണ്ടോടാന്ന് ചോദിച്ചിട്ട് പാഞ്ഞ് ഹീറോയുടെ നേരേക്ക് വരുമ്പോ ഹീറോ തന്റെ കത്തി കാണിച്ച് അവരെ ഭയപ്പെടുത്തി നിർത്താണ്. എന്നാൽ രാജപ്പ എന്തോ ഒരു ആക്ഷൻ കാണിക്കുമ്പോ അവന്റെ അടയാളനില്ലേ ആ ഒരു കത്തി വെച്ച് അവന്റെ കഴുത്തിനടുത്ത് താഴെ വീണു പോകുന്നുണ്ട്. ഹീറോ ഷോക്കായി നിൽക്കുമ്പോ രാജപ്പ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മരണം എന്ന് പറഞ്ഞാല് പുല്ലാടാ, ഞങ്ങൾ മരിച്ചിട്ട് വർഷങ്ങളായി. പറഞ്ഞു തീരുന്നില്ല, ചത്ത് കിടന്നവൻ ചാടി എഴുന്നേറ്റ് ഹീറോയെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്കും ഫ്രണ്ടിനും മനസ്സിലാവുന്നത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ എണ്ണവും പ്രേതങ്ങളാണ്. ഈ പ്രേതങ്ങളുടെ ഹെഡാണ് അപ്പൊ രാജപ്പ. ആ ഒരു പ്രേതങ്ങള് നമ്മുടെ ഹീറോയും ഫ്രണ്ടിനെയും തീർക്കാൻ നോക്കുമ്പോ അവര് രണ്ടുപേരും എങ്ങനെയൊക്കെയോ അവരെ കബളിപ്പിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അതായത് നേരം ഒന്ന് വെളുത്തു കഴിഞ്ഞാല് പിന്നെ ഇവർക്ക് ശക്തി ഉണ്ടാവില്ലല്ലോ. അപ്പോഴാണ് അവര് ഒളിപ്പിച്ചു വെച്ച നമ്മുടെ ഹീറോയുടെ കാർ ഫ്രണ്ട് കാണുന്നത്. അങ്ങനെ കാറും എടുത്തിട്ട് വേഗം പുറത്തേക്ക് വരികയാണ്. ഹീറോയും കാറിൽ ചാടി കയറിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. അതേ സമയത്ത് തന്നെ സൂര്യൻ ഉദിക്കുകയാണ്. അതേ സമയത്ത് പതിയെ ഓരോ പ്രേതങ്ങളും അവിടെ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ കയ്യിലാക്കി ആ ഒരു സ്വർണ്ണമായിട്ട് ഹീറോ കാറില് വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള എക്സിറ്റ് എത്താനായപ്പോ ആ ഗ്രാമത്തിലെ എല്ലാ ആളുകളും ഇല്ലേ അവരൊക്കെ പ്രേതം തന്നെയാണ്. അതായത് ഈ ഒരു ഗ്രാമം ഇതൊരു ഗോസ്റ്റ് വില്ലേജ് ആണ്. സൂര്യന്റെ വെളിച്ചം തട്ടും തോറും ഓരോ ആത്മാക്കളായിട്ട് മാഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴാണ് ഫ്രണ്ട് കാണുന്നത്. ഫ്രണ്ടിന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു പെൺകുട്ടി ബേബിയില്ലേ അവളും മറഞ്ഞു പോകുന്നുണ്ട്. അതുമാത്രമല്ല ഗ്രാമത്തില് ഇവരെ ഹെൽപ്പ് ചെയ്ത ആ ഒരു ഡോക്ടർ അടക്കം മറഞ്ഞു പോവാണ്. ഇപ്പോ ആ ഗ്രാമത്തിൽ ആകെയുള്ളത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ജോണ്, അതുപോലെ ഗീത. ഇവര് 3 പേര് മാത്രമാണ്. അവര് ആ കാഴ്ച കണ്ട് ഷോക്കായി നിൽക്കുമ്പോ ആ ഒരു മുടിയനില്ലേ ആദ്യം സ്വർണം കെട്ടിട്ട് പോയ ആ ഒരു സൈക്കിളുകാരൻ അവൻ പാഞ്ഞു വന്നിട്ട് ഹീറോയുടെ കാറിൽ നിന്ന് ആ ഒരു സ്വർണ്ണ ബാഗ് എടുത്തിട്ട് ഈ ആത്മാക്കളൊക്കെ പകൽ സമയത്ത് ഒരു കുഴി പോലൊരു സ്ഥലമുണ്ട് അതിനുള്ളിലാണ് മറിഞ്ഞിരിക്കുക. അതിനുള്ളിലേക്ക് പോകുന്നുണ്ട്. ഹീറോ പിടിക്കാൻ നോക്കിയിട്ടും കഴിഞ്ഞില്ല. അവർക്ക് 3 പേർക്കും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. എന്നാൽ ഹീറോ ആണെങ്കിൽ ആ സ്വർണ്ണം ഇല്ലാതെ എനിക്ക് ഇവിടുന്ന് വന്നിട്ട് ഒരു കാര്യമില്ല, എനിക്ക് വരാൻ പറ്റില്ല. അപ്പോഴാണ് ആ ഒരു ഗ്രാമത്തിലൂടെ ഒരു ഗുരു നടന്നു പോകുന്നത് ഹീറോ കാണുന്നത്. അങ്ങേരോട് ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്ത് തരം ഗ്രാമ, ഇവിടെ എന്താ സംഭവിക്കുന്നേ? അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, ഇതൊരു തരത്തില് മറ്റൊരു നരകാണ്. ഈ ഗ്രാമത്തിന്റെ നേതാവായിട്ടുള്ള പൊതുമേ നിങ്ങൾ കണ്ടിരുന്നില്ലേ, അവരെ ആരാന്ന് വെച്ചാല് ഈ ഗ്രാമത്തിലുള്ള ചീത്ത ആത്മാക്കൾക്ക് സ്വർഗത്തില് സ്ഥാനം കൊടുക്കുന്നവരാണ്. ഇപ്പോ ആ ഒരു ഗ്രാമത്തില് നടത്താൻ കഴിയാത്ത ആഗ്രഹങ്ങളുള്ള, അതുപോലെ ആരോടെങ്കിലും ദേഷ്യം കൊണ്ട് ജോലിക്കുന്ന, പക വീട്ടാനായിട്ട് കാത്തിരിക്കുന്ന എല്ലാവരും ആ ഒരു നാട്ടില് പ്രേതമായിട്ട് ആത്മാക്കളായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആത്മാക്കള് ഓരോരുത്തരും ഭൈരവകോണ എന്ന ഈ നാട്ടിൽ നിന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് വരാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് അവരെ തടുക്കുന്നത് ഈ ഒരു ഗ്രാമത്തിലെ 11 ഗാർഡിയൻസ് ആണ്. അങ്ങനെ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്
കഥയുടെ ആരംഭത്തിൽ ഒരാൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നതും അതിന് അയാൾക്ക് ശിക്ഷ കിട്ടിയതും. ഈ ഒരു ഗ്രാമത്തിലുള്ള ആരും തന്നെ ഈ ഗ്രാമം വിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നേയില്ല. കാരണം അവരുടെ ഉള്ളിലുള്ള നിറവേറ്റാൻ കഴിയാത്ത ആഗ്രഹങ്ങളും പകയും വീട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ ഗ്രാമത്തിൽ തന്നെ ആത്മാക്കളായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ഗുരു പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മളൊരു കാര്യം ഓർക്കുന്നത്, അതായത് കുറച്ചു മുൻപ് പൊത്തുമ്മ അവരുടെ കയ്യിലൊരു ശക്തിയുമായിട്ട് ആ ഒരു ആത്മാക്കളോട് അതിലൊന്ന് തൊടാൻ പറഞ്ഞിരുന്നില്ലേ? അതായത് അതിൽ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. എന്നാൽ അവർ അന്നതിൽ തൊടാതിരുന്നത് അവരോരോരുത്തരും ആ പക വീട്ടാനുള്ള വാശിയുമായി കുറെ വർഷമായിട്ട് ഇവിടെ കാത്തിരിക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് ഗുരു പറയുന്നുണ്ട്, നിങ്ങളിപ്പോ ജീവനോട് രക്ഷപ്പെട്ടില്ലേ, അത് തന്നെ വലിയ കാര്യം. അവിടെ അകപ്പെട്ട ആരും അങ്ങനെ രക്ഷപ്പെടാറില്ല. സാധാരണ മാസത്തില് 20 ദിവസമാണ് അവര് ഈ ഒരു ഗ്രാമത്തിൽ വിഹരിക്കാറ്. ഇന്നിപ്പോ 20ാമത്തെ ദിവസമാണ്. ഇനി അവരെങ്ങാനും തിരിച്ചു വന്നാല് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ സ്വർണ്ണം എടുക്കാൻ അവരുടെ അരികിലേക്ക് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. എന്നാൽ ഹീറോ ആണെങ്കിൽ എനിക്ക് ആ സ്വർണ്ണില്ലാതെ ഇവിടുന്ന് തിരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിലാണ് ഇപ്പൊ ഞാൻ അകപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയെങ്കിലും ആ ഒരു ആത്മാക്കളെ കബളിപ്പിച്ചിട്ട് ആ ഒരു സ്വർണ്ണം എനിക്ക് എടുത്തേ മതിയാവും. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം ഓർക്കുന്നത്, അതായത് ആ ഒരു ബംഗ്ലാവിലേക്ക് സ്വർണ്ണം എടുക്കാൻ ഹീറോ പോയപ്പോ ആ ബംഗ്ലാവിന്റെ ഓണറായിട്ടുള്ള രാജപ്പ പറഞ്ഞത്, കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ സ്വർണത്തിന് ഞാൻ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇതെന്റെ സ്വർണ്ണാണ്, ഇത് എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, അവൾക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹീറോ ഓർക്കുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോ ഗീതയില്ലേ, അവളെ രാജപ്പന്റെ മകളായിട്ട് അഭിനയിപ്പിക്കുക. അങ്ങനെയാവുമ്പോ രാജപ്പൻ തന്റെ മകൾക്ക് തന്നെ ആ ഒരു സ്വർണ്ണം കൊടുക്കില്ലേ, ഒരു പ്രശ്നമില്ലാതെ നമുക്കത് എടുത്തിട്ട് വരാൻ പറ്റില്ലേ? എന്നാൽ ഗീതയോട് ആ കാര്യം പറയുമ്പോ, നിനക്കെന്താ കിളി പോയിട്ടുണ്ടാ, മനുഷ്യന്മാരുടെ മുമ്പ് തന്നെ അഭിനയിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അപ്പോഴാണ് പ്രേതങ്ങളുടെ മുമ്പില്. അപ്പൊ ഹീറോ, ആ ഒരു പ്രേതങ്ങള് ഒരു കാലത്ത് മനുഷ്യരായിരുന്നില്ലേ, ആ ഒരു രാജപ്പന്റെ മകളായിട്ട് നീ അഭിനയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അയാള് ആ ഒരു സ്വർണം നമുക്ക് തരും. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ, അല്ല നിനക്ക് ആ ഒരു സ്വർണം എന്തിനാ ഇത്രക്ക് അർജന്റ്? അപ്പോഴാണ് നമ്മുടെ ഹീറോ ആ രഹസ്യം പറയുന്നത്. അതായത് നമ്മുടെ ഹീറോനായിട്ടുള്ള ഭൂമിയിലെ അവളുടെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ആ ഒരു ഗ്രാമം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 കോടി രൂപയോളം ആവശ്യമാണ്. കാരണം അവരുടെ എതിരാളികള് അത്രക്ക് വലിയ ആളുകളല്ലേ. ഹീറോ ഗീതയോട് പറയുന്നുണ്ട്, എന്റെ പ്രണയിനി ഗീതയ്ക്ക് വേണ്ടിയിട്ടും അവളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സ്വർണത്തിന് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ ഗീത എമോഷണൽ ആയി പോകുന്നുണ്ട്. അവള് പറയുന്നുണ്ട്, ഞാനും ഒരു പയ്യനെ പ്രണയിച്ചിരുന്നു, എന്നാൽ അവനാണെങ്കിൽ എന്റെ കയ്യില് പൈസയില്ല, സമ്പത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയി. എന്നാൽ നീ ആണെങ്കിൽ നീ പ്രണയിക്കുന്ന പെണ്ണിന് വേണ്ടിയിട്ട് നിന്റെ ജീവൻ തന്നെ കൊടുക്കാൻ ഇത്രക്കും റിസ്ക് എടുത്തില്ലേ. അപ്പോ നിന്റെ പ്രണയത്തിന് വേണ്ടിയിട്ട് നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം. എന്നാൽ പെട്ടെന്ന് അങ്ങ് ചെന്നിട്ട് രാജപ്പനോട് നിങ്ങളുടെ മകള് ഞാനാണെന്ന് അങ്ങ് പറയാൻ പറ്റില്ല, അവളുടെ പേരെന്താണ്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിഞ്ഞാലേ പറ്റുള്ളൂ. അതിന് ആകെ നമ്മളുടെ മുമ്പിലുള്ളത് ഈ ഒരു പകല് മാത്രമാണ്. അങ്ങനെ അവര് രാജപ്പന്റെ ആ ഒരു ഗ്രാമത്തിലേക്ക് പോവാണ്. ആ ഒരു ഗ്രാമം ഏതെന്ന് വെച്ചാല് കൃഷ്ണപുരാണ്. അതായത് നമ്മുടെ ഹീറോ ആദ്യം തന്നെ ഒരു കല്യാണ വീട്ടില് കളവ് നടത്തിയിരുന്നില്ലേ, അതേ ഗ്രാമം തന്നെ. അങ്ങനെ ആ ഒരു കല്യാണ വീട്ടിലുള്ള ഒരുത്തിനെ അടിച്ചു പിഴിഞ്ഞു കൊണ്ടുവന്നിട്ട് അവനോട് നമ്മുടെ രാജപ്പനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, 25 വർഷങ്ങൾക്ക് മുൻപ് രാജപ്പൻ മരണപ്പെട്ടു പോയതാണ്. ജീവിതകാലത്ത് തന്റെ മകളെ അങ്ങേർക്ക് വല്ലാത്ത ജീവനായിരുന്നു. അങ്ങേര് ഗ്രാമത്തിലുണ്ടായിരുന്നപ്പോ നമ്മുടെ ഗ്രാമത്തലവനും രാജപ്പനായിരുന്നു. അങ്ങേരുടെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്വർണ്ണം മുഴുവനായിട്ട് അങ്ങേര് കൂട്ടിവെച്ചത്. എന്നാൽ രാജപ്പന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന കണ്ണൻ എന്ന ഒരുത്തൻ ആ ഒരു സ്വർണത്തിന് നോട്ടിടുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ആ ഒരു ഗ്രാമത്തില് ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നത്. അപ്പോ ഗ്രാമത്തലവനായിട്ടുള്ള നമ്മുടെ രാജപ്പനില്ലേ, അങ്ങേര് ആ ഒരു പ്രശ്നം ഒതുക്കി തീർക്കാന് കുറച്ച് ബിസിയായ സമയത്ത് കണ്ണൻ ആ ഒരു സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോ രാജപ്പൻ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്യുന്നേ? എന്നാൽ അതിനിടയില് കണ്ണൻ രാജപ്പനെ തള്ളി താഴെയിട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയതാണ്. ആ ഒരു വീഴ്ചയില് തല നിലത്തടിച്ചിട്ടാണ് രാജപ്പൻ മരണപ്പെട്ടു പോകുന്നത്. അങ്ങനെ രാജപ്പന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ ആ ഒരു സ്വർണ്ണാണ് കഥയുടെ ആരംഭത്തില് കണ്ണൻ തന്റെ മകൾക്ക് അണിയിച്ചു കൊടുത്തിട്ട് കല്യാണം നടത്താൻ ട്രൈ ചെയ്തത്. എന്നാൽ രാജപ്പന്റെ സ്വർണ്ണാണെന്ന് അറിയാതെയാണ് നമ്മുടെ ഹീറോ അന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് വന്നത്. അങ്ങനെ രാജപ്പയുടെ മകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതില് രാജപ്പയുടെ മകൾക്ക് വിക്ക് ഉണ്ടായിരുന്നെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഹീറോ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഗീതയ്ക്ക് പറഞ്ഞു കൊടുക്കാണ്. ഇനിയിപ്പോ അടുത്ത കടമ്പ എന്താ, രാജപ്പന്റെ മുൻപിൽ തന്റെ മകളായിട്ട് അഭിനയിക്കുക. അങ്ങനെ ഗീതയും കൂട്ടിയിട്ട് ആ ഒരു ഗ്രാമത്തിലേക്ക് ഹീറോ വരികയാണ്. എന്നാൽ ഇപ്പോ സമയം രാത്രി ആയിട്ടില്ലേ. അപ്പോ പെത്തമ്മ പറയുന്നുണ്ട്, ഒരിക്കൽ അവര് ഗ്രാമത്തിൽ വന്നിട്ട് രക്ഷപ്പെട്ടു പോയതാ, ഇതുവരെ ആരും അങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ വീണ്ടും അവര് മരണത്തെ തേടി വരികയാണ്. അതുകൊണ്ട് എന്റെ മന്ത്രവാടിയില് അതിന് ശക്തി കൂടാന് ചില മന്ത്രങ്ങൾ ചെയ്തു വയ്ക്കുമെന്ന് ഒരു ഗുരുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ രാജപ്പയുടെ ആ ഒരു ബംഗ്ലാവിലേക്ക് ഹീറോയും ഫ്രണ്ടും വരുമ്പോ ഓൾറെഡി രാജപ്പയിലെ ആ ഒരു സ്വർണ്ണം എടുത്തു വെച്ചിട്ട് തന്റെ അച്ഛനോട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാജപ്പയുടെ അച്ഛൻ ആരാണെന്ന് നമ്മൾ കാണുന്നത്. അത് വേറെ ആരുമല്ല, ആ ഗ്രാമത്തിലെ ഡോക്ടറില്ലേ, അങ്ങേര് തന്നെയാണ്. അല്ല, അച്ഛനെന്താ മകനെ പോലെയെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങേരുടെ ഒരു മിഡിൽ ഏജിലായിരുന്നു അങ്ങേര് മരണപ്പെട്ടത്. എന്നാൽ രാജപ്പൻ മരണപ്പെടുന്നത് അങ്ങേർക്ക് നല്ല പ്രായമായിട്ടുള്ള വയസ്സ് കാലത്തല്ലേ. എന്നാൽ നമ്മുടെ ഡോക്ടറാണ് രാജപ്പന്റെ അച്ഛൻ എന്ന് ഫ്രണ്ട് അറിഞ്ഞപ്പോ പേടിച്ച് അറിയാതെ അലറിപ്പോവാണ്. അപ്പോ ഒളിഞ്ഞിരുന്ന നമ്മുടെ ഹീറോയും ഫ്രണ്ടിനെയും കൈയോടെ പൊക്കിയിട്ട് രാജപ്പ പറയുന്നുണ്ട്, ആഹാ നിങ്ങൾ വീണ്ടും വന്നോ, നല്ല ധൈര്യാട്ടാ,
എന്നാൽ ഇപ്രാവശ്യം ജീവനോടെ ഇവിടുന്ന് നിങ്ങൾ തിരിച്ചു പോകില്ല. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു സർപ്രൈസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ രാജപ്പ, എന്ത് സർപ്രൈസ്? നിങ്ങളുടെ മകള് തന്നെ. അപ്പോഴാണ് രാജപ്പയുടെ മകളായിട്ട് അഭിനയിച്ചുകൊണ്ട് ഗീത അങ്ങോട്ടേക്ക് വരുന്നത്. മകളെന്ന് പറഞ്ഞാല് രാജപ്പയ്ക്ക് ജീവനല്ലേ. അപ്പോ രാജപ്പ, മോളെ നീ അച്ഛനെ തേടിയിട്ട് ഇപ്പോഴെങ്കിലും വന്നല്ലോ എന്ന് പറയുമ്പോ ഡോക്ടർ പറയുന്നുണ്ട്, ഇവള് നിന്റെ മകളോ? ഇവള് വെറും കള്ളത്തിയ, ഇവള് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഗീത ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, ഇവരാരാ? മോളെ ഇത് തന്നെയാണ് നിന്റെ മുത്തശ്ശൻ. എന്നാലും ഡോക്ടർ അവളെ വിശ്വസിക്കരുത്, അവള് നിന്നെ പറ്റിക്കാണ്. അപ്പോ ഗീത താൻ തന്നെയാണ് രാജപ്പന്റെ മകളെന്ന് തെളിയിക്കാൻ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അപ്പൊ രാജപ്പ, മോളെ നീ ഇപ്പോഴിത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? എന്നാല് മുത്തശ്ശൻ ഡോക്ടറിന് വിശ്വാസമാവുന്നില്ലല്ലോ. അങ്ങേര് പറയുന്നുണ്ട്, നിന്നോട് 2-3 ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്, അതിന് ഉത്തരം പറഞ്ഞാല് ഞാൻ വിശ്വസിക്കാം. അങ്ങനെ ആദ്യത്തെ ചോദ്യം, അവളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോ അവള് കാർത്യായനി എന്ന് പറയുന്നുണ്ട്. എന്ത് കാർത്യായനി? വീര വെങ്കിട കാർത്യായനി ദേവി. അങ്ങനെ ലെങ്തി ആയിട്ടുള്ള അവരുടെ ഫുൾ നെയിം പറയുന്നുണ്ട്. അപ്പോഴും ഡോക്ടറിന് വിശ്വാസം വന്നിട്ടില്ല. അപ്പൊ രാജപ്പൻ പറയുന്നുണ്ട്, എന്റെ മോൾക്കും എനിക്കും മാത്രം അറിയുന്ന, ആർക്കും വേറെ അറിയാത്ത ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, അതിന് അവള് മറുപടി പറഞ്ഞാലെങ്കിലും നീ വിശ്വസിക്കില്ലേ? എന്നിട്ട് രാജപ്പ ചോദിക്കുന്നുണ്ട്, മോളെ ചെറുപ്പത്തില് നിനക്ക് ഞാനൊരു പാവ തന്നിരുന്നില്ലേ, അതെന്ത് പാവയായിരുന്നു? അവള് കുറച്ചു നേരം ആലോചിച്ച് പറയുന്നുണ്ട്, അതൊരു ആനയുടെ പാവയായിരുന്നില്ലേ? രാജപ്പ കൊടുത്തിരുന്നത് ആനപ്പാവ തന്നെയായിരുന്നു. അങ്ങനെ തന്റെ മകളാണെന്ന് ഉറപ്പായിട്ട് അവളെ തന്നോട് ചേർക്കുന്നുണ്ട്. 10 വർഷത്തിന് ശേഷമല്ലേ തന്റെ മകളെ നേരിട്ട് കാണുന്നത്. അങ്ങനെ മകളുമായിട്ട് കുറെ ടൈം സ്പെൻഡ് ചെയ്യാണ്. തന്റെ ആത്മാവിന് ശാന്തി കിട്ടിയ പോലെ തന്നെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ ആത്മാക്കൾക്കും തന്റെ മകളെ പരിചയപ്പെടുത്താണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആവാനായപ്പോ ഗീത പറയുന്നുണ്ട്, അച്ഛാ, ഞങ്ങള് വന്ന ജോലി തീർന്നിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ചു പോവാണ്. തന്റെ മകള് പിരിയെന്ന് ഓർത്തിട്ട് രാജപ്പ സങ്കടത്തില്, മോളെ നീ പോകുമ്പോ നിനക്ക് അച്ഛൻ തന്ന സ്വർണം വേണ്ടേ? അങ്ങനെ ഇവര് പ്ലാൻ ചെയ്ത പോലെ തന്നെ ആ ഒരു സ്വർണം കിട്ടാൻ പോവാണ്. അങ്ങനെ രാജപ്പ തന്നെ ആ ഒരു ബാഗ് എടുത്തിട്ട് അവളുടെ കയ്യിലേക്ക് തന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ സന്തോഷത്തില് അവര് 3 പേരും കാറിൽ കയറിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് ഹീറോയുടെ ഫ്രണ്ട് ജോണിലെ രാജപ്പയുടെ പോക്കറ്റിലെ ഒരു സ്വർണ്ണാഭരണം കാണുന്നേ. അവൻ ചോദിക്കുന്നുണ്ട്, അല്ല, എല്ലാ സ്വർണം മകൾക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പോക്കറ്റിൽ എന്താ? അപ്പൊ രാജപ്പ, ഞാൻ മരിക്കുന്നതിന് മുൻപ് എന്റെ മകൾക്ക് വേണ്ടി ആഗ്രഹിച്ചുണ്ടാക്കിച്ച ഒരു പാദസരാണ്. അവളുടെ കാലൊരു തയമ്പുണ്ട്, ആ തയമ്പ് മറയ്ക്കാന്. അങ്ങനെ പറയുന്നുണ്ട്, മോളെ കാർത്താനി, നീ ഒന്ന് ഇറങ്ങി വാ, അച്ഛൻ തന്നെ കാലിലത് കെട്ടിത്തരാം. അത് കേട്ടപ്പോ അവിടെ നെഞ്ചിടിക്കുന്നുണ്ട്. കാരണം അവളുടെ കാലിൽ തയമ്പില്ലല്ലോ. ഉറപ്പായിട്ടും കാല് കണ്ടു കഴിഞ്ഞാല് അങ്ങേര് പിടിക്കും. അതേ സമയത്ത് മുത്തശ്ശൻ ഡോക്ടറല്ലേ ഓൾറെഡി അവള് കൊണ്ടുവന്ന ആ ഒരു ഫോട്ടോയില് ഒരു ആനയുടെ ബൊമ്മയുണ്ട്. അപ്പൊ അത് വെച്ച് തന്നെയാണ് അവള് അത് പറഞ്ഞെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവസാനം കാല് കണ്ടപ്പോ രാജപ്പയ്ക്ക് ഇത് തന്റെ മകളല്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. അവരെ കൈയോട് പിടിക്കാണ്. പണി പാളിന്ന് ഉറപ്പായപ്പോ ഹീറോ ഉറക്കി വിളിച്ച് പറയുന്നുണ്ട്, ഗീത വണ്ടിയെ കയറിക്കോ, സ്വർണം ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഇവിടുന്ന് രക്ഷപ്പെടുക. അങ്ങനെ അവള് ചാട്ടി വണ്ടിയിൽ കയറിയിട്ട് അവിടുന്ന് പാഞ്ഞടിച്ച് പോകുന്നുണ്ട്. എന്നാൽ രാജപ്പയ്ക്കാണെങ്കിൽ തന്നെ കബളിപ്പിച്ചെന്നുള്ള ആ ഒരു ദേഷ്യത്തില് ഇവരെ കൊല്ലാനായിട്ട് അവരുടെ പിന്നാലെ പാഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗ്രാമത്തിന്റെ ഏകദേശം നടുവിലെത്തിയപ്പോ അവിടെ നമ്മുടെ പദ്മയിലെ അവര് നിൽക്കാണ്. എന്നിട്ട് ഹീറോയോട്, നീ ഈ ഗ്രാമത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ശക്തിയാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ ഒരു ശക്തി ഏതാണെന്നറിയോന്ന് ചോദിക്കുമ്പോ അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി നടന്നു വരുന്നുണ്ട്. അതാരാണ് നോക്കുമ്പോ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ പ്രണയനായിരുന്ന ഭൂമിയിലെ അവള് തന്നെയാണ്. ഇപ്പോ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അതായത് മരണപ്പെട്ട ആൾക്കാർ മാത്രമല്ലേ ഈ ഗ്രാമത്തിലേക്ക് വരാറുള്ളൂ, അപ്പൊ ഭൂമി എന്തിങ്ങോട്ട് വരുന്നേ? അതായത് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ഭൂമി ഓൾറെഡി മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഭൂമിയെ കണ്ടപ്പോ ഹീറോ തകർന്നു പോവാണ്. ഭൂമി നേരെ വന്ന് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, നീയല്ലേ എന്നെ കൊന്നുകളഞ്ഞേ? അപ്പൊ ഹീറോ, എനിക്കെങ്ങനെയാ നിന്നെ? അവള് പറയുന്നുണ്ട്, നീ ഈ ഗ്രാമത്തിലേക്ക് വന്നത് ആ ഒരു സ്വർണത്തിന് വേണ്ടിയിട്ടല്ലേ? ഇത്രയും അത്യാർത്ഥിയുള്ള ഒരുത്തനായിരുന്നു നീ. അതിനുള്ളില് അങ്ങോട്ടേക്ക് രാജപ്പ വന്നിട്ടുണ്ട്. ഹീറോയെ പിടിച്ച് അവനെ കൊന്നുകളയാൻ നോക്കുമ്പോ ഹീറോയുടെ ഫ്രണ്ട് ജോണ് ഭൂമിയോട് പറയുന്നുണ്ട്, അവൻ ആ സ്വർണം എടുത്തു തന്നെ ഭൂമി നിനക്കും നിന്റെ ജനങ്ങൾക്കും വേണ്ടിയിട്ടാ, അവരെ രക്ഷിക്കാനാ. അത് മനസ്സിലാക്കാതെ അവനെ നീ സംശയിക്കാണോ? എന്നാൽ അതൊന്നും ഭൂമി ചെവിയിൽ കൊള്ളാതെ അവിടുന്ന് തിരിഞ്ഞു നടന്ന് നേരെ പൊത്തുമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല, അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അപ്പോ പൊത്തുമ്മ ആ ഒരു ശക്തി മുൻപിൽ വെച്ചിട്ട് അവളോട് പറയുന്നുണ്ട്, ഈ ഒരു ശക്തിയിൽ നീ തൊടുകയാണെങ്കിൽ നീ നേരെ സ്വർഗത്തിലേക്ക് പോകും. അതിനെ നീ സമ്മതിക്കുകയാണെങ്കിൽ നിന്റെ സംശയത്തിനുള്ള മറുപടി ഞാൻ പറയാം. അപ്പോ ഭൂമി ഒന്ന് ചിന്തിച്ചു നോക്കാണ്. നിനക്ക് ചിന്തിച്ചല്ലേ മതിയാവോ? കാരണം ഭൂമി നീയല്ലേ അവൻ ഈ ഗ്രാമത്തിലേക്ക് വരുത്തിയത് തന്നെ. അതായത് പോലീസിൽ നിന്ന് ഹീറോ രക്ഷപ്പെടാൻ നോക്കിയപ്പോ കുറേയധികം മിന്നാമിന്നുകള് ഹീറോയ്ക്കൊരു വഴി കാണിച്ചു കൊടുത്തിരുന്നില്ലേ? ആ ഒരു മിന്നാമിന്ന് അത് നമ്മുടെ ഭൂമിയായിരുന്നു. കാരണം ഭൂമിക്ക് ഈ ഒരു ഗ്രാമത്തിലേക്ക് ഹീറോയെ കൊണ്ടുവരണമായിരുന്നു. അതായത് ഭൂമിയെ കൊലപ്പെടുത്തിയ ഹീറോയെ കൊല്ലാൻ വേണ്ടിയിട്ടും ഭൂമിയുടെ ജനങ്ങളെ അവൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ. ആ ഒരു വാശി തീർക്കാനാണ് ഹീറോയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പോ അവളുടെ ആഗ്രഹം നടക്കാൻ പോവല്ലേ, ഹീറോയെ രാജപ്പ കൊല്ലും. എന്നാൽ അതിനു മുൻപ് ഹീറോയുടെ ഫ്രണ്ട് പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൊത്തുമ്മയോട് അവൾ ആ കാര്യം ചോദിക്കുന്നത്. അപ്പോ ശരിക്ക് അവൾക്ക് എന്താണ് സംഭവിച്ചത്? ആ ഒരു വിഷ്വല് അവള് കാണാണ്. അവള് നേരെ സ്വർഗത്തിലെത്തിയിട്ട് അവള് ചോദിക്കുന്നുണ്ട്, എന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ആ ഒരു സോൾ ഏതാണ്? അപ്പോ ഹീറോയാണ് അവളെ കാണുന്നത്. അപ്പോ ഹീറോ യഥാർത്ഥത്തില് അവളെ പ്രണയിച്ചതും ആ ഒരു ശങ്കർ പറഞ്ഞ പോലെ അവളെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചായിരുന്നില്ലേ? അടുത്ത ദിവസം ശങ്കർ ഭൂമിയെ കൊലപ്പെടുത്താൻ പോവാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായപ്പോ അവളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഹീറോ പ്ലാൻ ചെയ്തതാണ്
എന്നാൽ ഓൾറെഡി ഭൂമി എന്താ കരുതി വെച്ചിട്ടുള്ളത് ഹീറോയാണ് തന്നെ കൊല്ലാൻ പോകുന്നതല്ലേ. അങ്ങനെ ഹീറോയെ ഭൂമി അവിടെ ലോക്ക് ചെയ്തിട്ട് അടുത്ത ദിവസം അവളെ പിന്തുടർന്നിരുന്ന ആ ഒരു ആപത്തറിയാതെ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ ഹീറോ എത്ര പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. എന്നാൽ അവൾ അവിടുന്ന് രക്ഷപ്പെട്ട് നേരെ ചെന്നപ്പെട്ടത് ആ ഒരു റൗഡി ശങ്കറിന് മുമ്പിലാണ്. അവനാണെങ്കിൽ ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു DNA സർട്ടിഫിക്കറ്റിലെ അത് കീറിക്കളഞ്ഞിട്ട് ഇനി പൊന്നുമോളെ നീ എവിടെ പോയാലും നിനക്ക് ഒരു കോടതിയിലും ഒന്നും തെളിയിക്കാൻ പറ്റില്ല, കാരണം ഈ സർട്ടിഫിക്കറ്റ് തന്നെ ഞാൻ കീറിക്കളഞ്ഞിട്ടുണ്ട്. അതുപോലെ നീ കൊണ്ടുവന്ന ആ ഒരു എല്ലും കൂടില്ലേ അതൊക്കെ ചാരാക്കിയിട്ട് വെള്ളത്തിൽ ഒഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാ ഒരു ദിവസം നിന്നെ അടച്ചു വെക്കാൻ പറഞ്ഞേ. അത് കേട്ടിട്ട് ഭൂമി ഷോക്കായി നിൽക്കുമ്പോൾ അവളെ കൊല്ലാനായിട്ട് റൗഡി ശങ്കർ പാഞ്ഞു വരികയാണ്. എന്നാൽ അതിനുള്ളിൽ നമ്മുടെ ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സൂചി അവന്റെ പള്ളിയിൽ ഇറക്കുന്നുണ്ട്. പതിയെ അവന്റെ ബോധം മങ്ങാൻ തുടങ്ങുമ്പോഴാണ് ശങ്കറിന് മനസ്സിലാവുന്നത് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷമായിരുന്നു. അവിടെ തന്നെ ചെരിഞ്ഞ് ശങ്കർ ചത്തു മലയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് ഭൂമി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ റൗഡിയുടെ കൂട്ടാളികളിലെ അവളെ പിന്തുടർന്ന് വേട്ടയാടി കൊല്ലാൻ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഹീറോ പാഞ്ഞു വരികയാണ്. അങ്ങനെ ഭൂമിയെ രക്ഷപ്പെടുത്താനായിട്ട് ആ ഒരു റൗഡികൾ ഓരോരുത്തരായിട്ട് ഹീറോ വെട്ടി വീശുന്നുണ്ട്, അടിച്ച് താഴെയിടുന്നുണ്ട്. അതിനിടയിലാണ് നമ്മുടെ ഭൂമി അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നതും ഹീറോ ശ്രദ്ധിക്കാതെ അവന്റെ കയ്യിലിരുന്ന് കത്തി വെച്ചിട്ട് അവളുടെ കഴുത്തിലൊരു മുറിവിടുന്നതും. അങ്ങനെയാണ് ഹീറോയുടെ കൈകൊണ്ട് തന്നെ അവന്റെ കൺമുമ്പിൽ വെച്ച് അവൾ മരണപ്പെട്ടു പോകുന്നത്. എന്നാൽ സത്യത്തിൽ ഹീറോ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അവിചാരിതമായിട്ട് ഒരു ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചതാണ്. അതിൽ നെഞ്ചു പൊട്ടിയിട്ട് ഭൂമിയുടെ മരണത്തിന് കാരണം ഹീറോ ആയിരുന്നില്ലേ. അപ്പോൾ അവളുടെ ആഗ്രഹം നിറവേറ്റാനേ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളുടെ ഗ്രാമത്തിലേക്ക് ഹീറോ പോകുന്നതും. അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ തെളിവുകളും അവർ നശിപ്പിച്ചില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. എന്നാൽ ഓൾറെഡി ശങ്കർ മരണപ്പെട്ടാലും ശങ്കറിന്റെ കൂട്ടാളിയായിട്ടുള്ള ആ ഒരു MLA ഇല്ലേ അയാളല്ലേ ആ ഒരു ലാൻഡ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അയാളെ കാണാൻ പോയിട്ട് അയാളോട് ഹീറോ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ 3 ആളുകൾ ആ ഒരു സ്ഥലത്തിൽ പാർട്ണറാണ്, അപ്പോൾ ഓരോ ആളുകൾക്ക് 1 കോടി വെച്ച് 3 കോടി തന്നാൽ ആ ഒരു സ്ഥലം ആ ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കാം. അങ്ങനെ ആ ഒരു 3 കോടിക്ക് വേണ്ടിയിട്ടാണ് ഹീറോ ആ ഒരു സ്വർണ്ണം അടിച്ചു മാറ്റിയതും ആ ഒരു സ്ഥലം വാങ്ങിയിട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനും ഹീറോ തന്നെ ജീവൻ തന്നെ പണയം വെച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതും. അങ്ങനെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഭൂമി കണ്ടപ്പോൾ അവളുടെ മനസ്സ് പതിയെ മാറുകയാണ്. എന്നിട്ട് ഹീറോയെ കൊല്ലാൻ വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുന്ന രാജപ്പയിൽ നിന്ന് അവനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ പൊത്തമ്മയോട് ഹീറോയിൻ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൊത്തമ്മയും ഈ ഒരു നല്ല നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. എന്നിട്ട് ഓൾറെഡി ശക്തി കൂട്ടിക്കൊണ്ടിരുന്ന ആ ഒരു മാന്ത്രിക വടിയിലെ അത് നമ്മുടെ ഹീറോയുടെ കയ്യിലേക്ക് പൊത്തമ്മ എത്തിക്കുകയാണ്. അങ്ങനെ ആ ഒരു മാന്ത്രിക വടി വെച്ച് എല്ലാ ആത്മാക്കളെയും നമ്മുടെ ഹീറോ ബന്ദിയാക്കുന്നുണ്ട്. അവസാനം ഹീറോയെ കൊല്ലാൻ ശ്രമിച്ച രാജപ്പയുടെ അരികിലേക്ക് വന്നിട്ട് അങ്ങേരോട് യഥാർത്ഥ കാര്യം പറയുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു സ്വർണം മുഴുവനായിട്ട് പോകാൻ പോകുന്നത് കുറേയധികം ജനങ്ങളെ രക്ഷിക്കാനാണ്, ഒരു നല്ല കാര്യത്തിനാണ്. എന്നാൽ രാജപ്പ നിന്റെ മകളിലെ അവളിപ്പോൾ നല്ല സുരക്ഷിതമായ ഒരു കൈകളിലാണ്. നീ ഇതുവരെ ഈ ഗ്രാമത്തില് എന്തിനാ കാത്തിരിക്കുന്നേ? നിന്നെ കൊലപ്പെടുത്തിയവനോട് പ്രതികാരം വീട്ടാനല്ലേ. എന്നാൽ നീ കരുതും പോലെ കണ്ണൻ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല തള്ളിവിട്ടത്, അതൊരു ആക്സിഡന്റ് മാത്രമായിരുന്നു. എന്നാൽ നീ മരിച്ച ആ ഒരു സങ്കടത്തില് നിന്റെ മകളെ ദത്തെടുത്തിട്ട് ഒരു രാജകുമാരിയെ പോലെയാണ് കണ്ണൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നിന്റെ പക വീട്ടാന് അവനെ കൊലപ്പെടുത്തിയാല് നിന്റെ മകള് ശരിക്ക് പോകാൻ പോകുന്നത് ഒരു അനാഥാലയത്തിലേക്കാണ്. അതായത് രാജപ്പയുടെ മകള് കഥയുടെ ആരംഭത്തില് കല്യാണം നടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ദേവിയാണെന്നുള്ള ആ ഒരു സത്യം ഹീറോ തുറന്നു പറയാണ്. തന്നെ കൊലപ്പെടുത്തിയെന്നും തന്റെ മകളിൽ നിന്ന് തന്നെ പിരിച്ചെന്ന് കരുതിയ കണ്ണന് ഒരു അപകടം പറ്റിയതാണെന്നും ഇപ്പോ തന്റെ മകളെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായപ്പോ രാജപ്പയുടെ ഉള്ളിലുള്ള എല്ലാ ദേഷ്യവും അലിഞ്ഞു പോവാണ്. അങ്ങനെ തന്റെ മകളുടെ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഭൂമിയും ഹീറോയുടെ അരികിലിരുന്ന് അവന്റെ തോളിൽ ചാരിയിട്ട് നിന്റെ യഥാർത്ഥ പ്രണയവും എന്റെ ജനങ്ങളെ രക്ഷിക്കാനുള്ള നിന്റെ നല്ല മനസ്സും ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറയുമ്പോൾ നമ്മുടെ ഹീറോയും അവന്റെ പ്രണയം തുറന്നു പറയാണ്. അങ്ങനെ രാജപ്പയുടെ ആത്മാവും അതുപോലെ ഭൂമിയുടെ ആത്മാവും സ്വർഗത്തിലേക്ക് ശാന്തിയിലേക്ക് പോവാണ്. അങ്ങനെ സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഗ്രാമത്തിലെ എല്ലാ ആത്മാക്കളും അവിടുന്ന് മറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഹീറോ ആ ഒരു സ്വർണവും അതുപോലെ തന്റെ ഫ്രണ്ടിനെയും ഗീതയും കൂട്ടിയിട്ട് ആ ഒരു ഗ്രാമത്തിൽ നിന്ന് അവരുടെ നാട്ടിലെത്തിയിട്ട് നമ്മുടെ ഭൂമിയുടെ ജനങ്ങൾക്ക് ആ ഒരു സ്ഥലം തിരിച്ചെടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് അവരുടെ ഗ്രാമത്തിൽ ജീവിക്കാൻ തുടങ്ങാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കഥ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഈ ഒരു കഥ ശരിക്കൊന്ന് കണ്ടു നോക്കിക്കോ. കാരണം അത്രയ്ക്ക് വിഷ്വൽ ട്രീറ്റും അതുപോലെ നല്ലൊരു സ്ക്രീൻ പ്ലേ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോക്ക് ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാരിലേക്ക് ഫാമിലിയിലേക്ക് നമ്മുടെ ട്വിസ്റ്റ് മലയാളം എന്ന ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.